സിൻഡ്ര 360. എന്താണ് സിൻഡ്ര എന്ന് പറയുന്നത്? സിൻഡ്ര എന്ന് പറയുമ്പോൾ സിനർജി. Okay. When you interact with customer, you should be having some synergy, yeah. right? Plus interaction. Okay. You are interacting with them effectively. So we thought that synergy 360. It's a beautiful coined word. Pretty much HR-ന്റെ എല്ലാ ഓപ്പറേഷൻസും ഈ ടൂൾ വെച്ച് ചെയ്യാൻ പറ്റും. Okay. അപ്പം അത് ശരിക്കും പറഞ്ഞാൽ ഒരു എൻ്റർപ്രൈസ് ലെവലാണ്. വി ക്യാൻ മാനേജ് മൾട്ടി ഓർഗനൈസേഷൻ. സോ HR means you should be like effectively managing resource working for you. Interview. ആര്? ഏജന്റ്. ഏജന്റ് അതാരാണത്? അത് ഹ്യൂമൻ അല്ല. ഇറ്റ് ലുക്സ് ലൈക്ക് എ ഹ്യൂമൻ. ഇപ്പോൾ കൊച്ചിയിൽ തന്നെ എല്ലാവരും ഊബറാണ്. സിമിലർ തിങ് വാട്സപ്പ് കണ്ടില്ലേ? അതുപോലെ തന്നെ ഓപ്പൺ എയുടെ ഈ ChatGPT, അതും എലോൺ മസ്കിൻ്റെ ഇതുണ്ട്, അതിനകത്തൊരു പാർട്ട്ണർഷിപ്പ് അതിനകത്തുണ്ട്. അപ്പം ഇതെല്ലാം യുണൈറ്റഡ് സ്റ്റേറ്റ്സ് അമേരിക്കൻ പ്രൊഡക്ട്സ് ആണ്. വൈ വി ആർ നോട്ട് ഡെവലപ്പിംഗ്? മൈ ക്വസ്റ്റ്യൻ ടു ഈവൻ എഞ്ചിനീയറിംഗ് ഗ്രാജുവേറ്റ്സ്, വൈ യു ആർ നോട്ട് കമ്മിങ് അപ്പ് വിത്ത് സച്ച് ആൻ ഇന്നോവേറ്റീവ് പ്രോഡക്റ്റ്? നമ്മുടെ IT രംഗത്തുണ്ടായ വിപ്ലവകരമായ മാറ്റങ്ങൾ നമ്മൾ അത്ഭുതത്തോടു കൂടിയാണ് കണ്ടു നിൽക്കുന്നത്, അല്ലേ? AI അഥവാ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ഒക്കെ വന്നതിന് ശേഷം പണ്ടൊക്കെ എന്തെങ്കിലും ഒരു കാര്യം മാറണമെങ്കിൽ വർഷങ്ങളെടുത്തിരുന്നെങ്കിൽ ഇന്ന് മാസങ്ങളോ ആഴ്ചകളോ ദിവസങ്ങളോ ആയിരിക്കാം. ഏതൊക്കെ ജോലികൾ നഷ്ടപ്പെടും, എന്തൊക്കെ പുതിയ ജോലികളുണ്ടാവും? ആശങ്കകൾ നിരവധിയാണ് മാതാപിതാക്കൾക്കും നമ്മുടെ ജെൻസി തലമുറയ്ക്കുമൊക്കെ. പണ്ട് സോഫ്റ്റ്വെയർ എഞ്ചിനീയർ ആയിരുന്നാൽ എല്ലാം തികഞ്ഞു എന്ന് വിചാരിക്കുന്നവർ ചിലപ്പോൾ ഇന്ന് ചെയ്യുന്ന ജോലി തന്നെ നാളെ ഉണ്ടാവുമെന്ന് ഉറപ്പില്ലാത്ത കാലമാണ്. പക്ഷേ ഈ കാലത്തിനിടയിൽ ചില സംരംഭകർ കാലത്തിനനുസരിച്ച് മാറി അവർ വിജയം നേടി പുതിയ കാലത്തിന് വേണ്ട പ്രോഡക്ട്സുമായി മാർക്കറ്റിൽ ഇറങ്ങുന്നൊരു കാലമാണ്. ടെക്നോളജി റിലേറ്റഡ് ആയിട്ടുള്ള ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ഇൻറ്റിഗ്രേറ്റ് ചെയ്ത എന്തെങ്കിലുമൊക്കെ ബിസിനസ് തുടങ്ങാനിരിക്കുന്നവരും ബിസിനസ് നടത്തുന്നവരും ഈ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക. ഞാൻ ഷമീം റഫി, കോർപ്പറേറ്റ് ട്രെയിനർ, ബിസിനസ് കോച്ച്. സ്പാർക്കുള്ള ഒരു പുതിയ എഡിഷനിലേക്ക് സ്വാഗതം. വളരെ അപൂർവമായിട്ടാണ് ഇൻ്റർവ്യൂകളിൽ രണ്ടാമതൊക്കെ ഇവിടെ വന്ന് ഹോട്ട് സീറ്റിലിരിക്കാറ്. കഴിഞ്ഞ തവണ വളരെ സ്പാർക്കുള്ളൊരു കഥയുമായി 2 പേരിവിടെ എൻ്റെ അടുത്ത് വന്നിട്ടുണ്ടായിരുന്നു. അവർ ആ കഥ പറഞ്ഞ് തിരിച്ചു പോയപ്പോൾ അവരെന്നോടൊരു വാക്ക് പറഞ്ഞിരുന്നു, അവർ പുതിയ പ്രോഡക്ട്സ് ലോഞ്ച് ചെയ്യും. പിന്നീടാണ് എനിക്കൊരു കോൾ വന്നത്, പുതിയതായ അപ്ഡേറ്റുകൾ പറയാനുണ്ട്. ഞാൻ 2 പേരെയും സ്വാഗതം ചെയ്യാനുണ്ടായത്. കാരണം ഇപ്പോൾ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിനെ കുറിച്ചൊക്കെ സംസാരിക്കാൻ നല്ല എക്സ്പേർട്സാണ് ഇവർ. അതുകൊണ്ട് തന്നെ ഈ സ്പാർക്കുള്ള കഥയിലേക്ക് സ്നേഹാദരോടുകൂടി ഞാൻ സ്വാഗതം ചെയ്യുകയാണ് ശ്രീ രജുവിനെയും അജയനെയും. 2 പേർക്കും സ്വാഗതം സ്പാർക്കിലേക്ക്. വീണ്ടും കണ്ടുമുട്ടാനതിൽ വളരെ സന്തോഷം. നിങ്ങൾ 2 പേരെയും നമ്മൾ ഇതിനു മുമ്പും ഇതേ വേദിയിലിരുന്ന് സംസാരിച്ചിട്ടുണ്ട്. രജുവിൻ്റെ നാട്? എൻ്റെ നാട് ഹരിപ്പാടാണ്. അജയൻ്റെ കോട്ടയം പാല. ഞാൻ എൻ്റെ പ്രേക്ഷകർക്ക് വേണ്ടിയിട്ടാണ് ഒന്നുകൂടെ ചോദിക്കുന്നത്, കാരണം പുതിയ പ്രേക്ഷകർ ഉണ്ടാവുന്നത് വിചാരിച്ചുകൊണ്ട്. രജു പഠിച്ചത് ഞാൻ എൻ്റെ മാസ്റ്റർ ചെയ്തത് കോയമ്പത്തൂരായിരുന്നു, 2004 അത് കഴിഞ്ഞിട്ട് ജോലിയായിരുന്നോ? അത് കഴിഞ്ഞ് ഞാൻ വിപ്രോയിൽ ജോയിൻ ചെയ്തു. വിപ്രോയിലൊരു 3 വർഷം വർക്ക് ചെയ്തതിന് ശേഷം യുണൈറ്റഡ് സ്റ്റേറ്റ്സിലായിരുന്നു. അമേരിക്കയിൽ എത്ര വർഷം ഉണ്ടായിരുന്നു? ഏകദേശം ഒരു 15 ഇയേഴ്സോളം. 15 കൊല്ലം അവിടെ ഉണ്ടായിരുന്നു അല്ലേ? അത് കഴിഞ്ഞിട്ടാണ് പിന്നെ നാട്ടിലേക്ക് വരുന്നത്. അതെ. പിന്നീടാണ് നമ്മുടെ ഈ സംരംഭം തുടങ്ങുന്നത് അല്ലേ? നമ്മുടെ പ്രേക്ഷകർക്ക് വേണ്ടി നമ്മുടെ സ്ഥാപനത്തിൻ്റെ പേര്? ഞങ്ങളുടെ കമ്പനിയുടെ പേര് സ്നിപ്പറ്റ് കൊമേഴ്സ് 360 എന്നാണ്. സ്നിപ്പറ്റ് കൊമേഴ്സ് 360 എന്നാണ്. നമുക്ക് അജയ് പഠനം കഴിഞ്ഞിട്ട് എന്താ ചെയ്തത്? പഠനം എന്തായിരുന്നു? ഞാനും എൻ്റെ മാസ്റ്റർ ഡിഗ്രി കോയമ്പത്തൂരിലായിരുന്നു. ഞങ്ങൾ ഒരുമിച്ചാണ് പഠിച്ചത്. ദെൻ ആഫ്റ്റർ ദാറ്റ് ഞാൻ സെയിൽസിലായിരുന്നു. ഞാൻ രജു പറഞ്ഞിട്ട് 15 ഇയേഴ്സ് കഴിഞ്ഞിട്ട് ഹി കോൾ മീ ബാക്ക്. സുഹൃത്തിനെ പുള്ളി അവിടുത്തെ US വന്നിട്ട് വിളിച്ചു, അജയ് ഓർമ്മയുണ്ടോ? അങ്ങനെയാണ് താങ്കൾ ചാടിക്കേറി അദ്ദേഹത്തിന്റെ അടുത്ത്. ഞാൻ കഴിഞ്ഞ തവണ ചോദിച്ച ഓർമ്മയുണ്ട് എന്ത് ധൈര്യത്തിലാണ് വന്നത്? അതെ. ഓക്കെ, അങ്ങനെ ജോയിൻ ചെയ്തു. ഓക്കെ, അപ്പൊ നിങ്ങൾ 2 പേരും ഉണ്ട് ബിസിനസ്സിൽ. അതെ. നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം പറഞ്ഞു കഴിഞ്ഞപ്പോൾ ഞാൻ പലപ്പോഴും രജു ശ്രദ്ധിച്ചിട്ടുണ്ട്, നമ്മുടെ ഈ ഹോട്ട് സീറ്റിലൊക്കെ ഇരുന്ന് പലരും പറയും ഞങ്ങൾ ഇനി പുതിയ കാര്യങ്ങൾ ഇറക്കുന്നുണ്ട്. ചിലപ്പോൾ ഇറക്കിയിട്ടുണ്ടാവട്ടെ, എനിക്കറിയില്ല, കാരണം അവർ തിരിച്ച് പിന്നീട് കൂടെ വന്നിട്ടില്ല. പക്ഷെ വളരെ അപൂർവമായിട്ടാണ് രജുവിനെ വിളിച്ച് പറയുന്നത് ഞങ്ങൾ കുറേ പ്രോഡക്ട്സ് ഒക്കെ ഇറക്കിയിട്ടുണ്ട്, നമ്മൾ അന്ന് പറഞ്ഞ പോലെ കുറച്ച് അപ്ഡേറ്റുകളൊക്കെ പറയാനുണ്ട് എന്നൊക്കെ പറയുകയും ചെയ്തു. അപ്പോൾ എനിക്ക് ഈ ഇൻ്റർവ്യൂ വളരെ സ്പെഷ്യലാണ്, കാരണം നമ്മുടെ പ്രേക്ഷകർക്കും അറിയണമല്ലോ. പക്ഷെ അതിനു മുമ്പ് ഈ അന്നൊരു ഇൻ്റർവ്യൂ ചെയ്തിട്ട് അതുകൊണ്ട് എന്തൊക്കെ സംഭവിച്ചു എന്നുള്ളത് എനിക്കറിയാൻ താല്പര്യമുണ്ട്. അന്ന് ശരിക്കും പറഞ്ഞാൽ നമ്മൾ ചെയ്ത ആ ഒരു ഇൻ്റർവ്യൂ ഭയങ്കര എഫക്റ്റീവ് ആയിരുന്നു. ബിക്കോസ് വി വെയർ ടോക്കിംഗ് വെരി ഹോണസ്റ്റ്ലി. നമ്മളൊരു ഓപ്പൺ മൈൻഡഡ് ഡിസ്കഷൻ ആയിരുന്നു. റൈറ്റ് ഫ്രം ദ ഹാർട്ട്, നമ്മൾ ഹൃദയം തുറന്ന് സംസാരിച്ചു, ഫ്രം ദ ബോട്ടം. അപ്പം അത് കഴിഞ്ഞ് ഞങ്ങൾക്ക് കുറേ ജെന്യുയിൻ എൻക്വയറീസ് വന്നു. വെരി ഗുഡ്. അതെല്ലാം സെയിൽസിലേക്ക് കൺവേർഷൻ ചെയ്യാൻ ഞങ്ങൾക്ക് പറ്റി. അപ്പം
mostly from Australia. We got a couple of clients, ഓക്കെ and currently we are working on those projects. എക്സലൻറ്റ് കൺഗ്രാറ്റുലേഷൻസ് ഓക്കെ ഐ എം സോ ഹാപ്പി you. ഫോർ യു ഓക്കെ അതൊക്കെ നടക്കുന്നു അതിൻ്റെ ഇടയിൽ കുറേ ക്ലയൻസ് വന്നു. അതെ അതെ ഞാൻ ഈ പ്രോഡക്ട്സിലേക്ക് വരുന്നതിന് മുമ്പ് നിങ്ങൾ പുതിയ കാര്യം പറഞ്ഞത് ഇപ്പോൾ പുതിയതായിട്ട് നിങ്ങൾ എന്ത് പ്രോബ്ലമാണ് ഈ സോൾവ് ചെയ്യാൻ ഇറങ്ങുന്നത്? കാരണം നമ്മളൊരു ബിസിനസ് എന്ന് പറയുന്നതിൻ്റെ കോൺസെപ്റ്റ് തന്നെ അതെ എന്തെങ്കിലും ഒരു കസ്റ്റമറിൻ്റെ പെയിൻ പോയിന്റോ ഒരു പ്രോബ്ലമോ സോൾവ് ചെയ്യാൻ ഇറങ്ങാണ്. സോ വാട്ട് ആർ യു ഇൻ ടു? എന്ത് പ്രോബ്ലമാണ് സോൾവ് ചെയ്യുന്നത്? ശരിക്കും പറഞ്ഞാൽ കസ്റ്റമർ പെയിൻ പോയിന്റ്സ് തന്നെയാണ് നമ്മുടെ ബിസിനസ് എന്ന് പറയുന്നത്. കാര്യം സത്യം. അവരുടെ പെയിൻ പോയിന്റ്സ് നമ്മൾ റിസോൾവ് ചെയ്യണം എഫക്റ്റീവ്ലി വിത്ത് ദ ഹയസ്റ്റ് ക്വാളിറ്റി റിസോൾവ് ചെയ്യണം എന്നുള്ളതാണ്. അപ്പം ഇപ്പം ഞങ്ങൾ ബേസിക്കലി ഈ കമ്പനി സ്റ്റാർട്ട് ചെയ്തത്, വി ആർ എൻ ഇ കൊമേഴ്സ് കമ്പനി. Okay. Our bread and butter is e-commerce. We can do magic in e-commerce. But after certain point, we realized that we also need to pitch in different domains, different areas. അങ്ങനെയാണ് ഞങ്ങൾ we come up with couple of products. The main intention here is we are actually developing products with an integrated approach. അപ്പം ഇപ്പം പല പ്രോഡക്ട്സ് എടുത്താലും ഇപ്പോൾ ഒരു ഇ കൊമേഴ്സ് പ്രോഡക്റ്റ് ഞാൻ പറയാം, സെയിൽസ് ഫോഴ്സ് കൊമേഴ്സ് ക്ലൗഡ്, അതെ. അല്ലെങ്കിൽ ഒറാക്കിൾ ATG, HCL വെബ്സ്ഫിയർ കൊമേഴ്സ്, ഇതൊക്കെ ദേ ആർ ഓൾ enterprise products, they are super products, but the problem is that they got lot of extensive features. True. അപ്പോൾ ഒരു ക്ലയൻറ്റിന് ഈ പ്രോഡക്ട്സ് കൊടുക്കുമ്പോൾ they might not need entire features, they need like specific areas. സോ അപ്പം അവർക്ക് പറ്റുന്ന ഇത് എന്ന് വെച്ചാൽ ബട്ട് ദേ വിൽ എൻഡ് അപ്പ് പേയിങ് ലോട്ട് ഓഫ് ലൈസൻസിങ് ഫീസ്. അപ്പോൾ അതൊരു ചാലഞ്ചാണ്. അപ്പോൾ ഐ തോട്ട് ദാറ്റ് വൈ വി ക്യാൻ കം അപ്പ് വിത്ത് ആൻ ഇൻ്റഗ്രേറ്റഡ് അപ്രോച്ച്. ഓക്കെ, നമ്മൾ ഒരു പ്രോഡക്റ്റ് വാങ്ങിക്കണം, അതിൽ പല ഫീച്ചേഴ്സും Exactly. ഇൻറ്റിഗ്രേറ്റ് ചെയ്യാൻ പറ്റുകയാണെങ്കിൽ അത് കസ്റ്റമറെ സംബന്ധിച്ചിടത്തോളം ടൈം സേവിംഗ് ആണ്, കോസ്റ്റ് സേവിംഗ് ആണ്, കറക്റ്റ്, വാല്യൂ ഫോർ മണിയാണ്, ഈസിയാണ്. അതെ, അതെ, അല്ലേ അജയ്? എക്സാക്ട്ലി. മെയിനായിട്ട് നമുക്ക് ഈ രജു പറഞ്ഞില്ലേ, നമ്മുടെ പ്രൈസിങ് ആയിരിക്കും എല്ലാം നോക്കുമ്പോൾ പ്രൈസിങ് ആണ്. കറക്റ്റ് ആണ്. നമ്മുടെ പ്രോഡക്റ്റ് ആ പ്രൈസ് വൈസ് നോക്കുമ്പോൾ അതെ. ഇറ്റ് വിൽ ബി കോമ്പറ്റീറ്റീവ് ലൈക്ക് ബാക്കിയുള്ള ഡെഫിനറ്റ്ലി വലിയ ജയൻസിനെ നോക്കുമ്പോൾ അതെ അതെ അതെ. ബട്ട് ഈക്വൽ ആൻഡ് ക്വാളിറ്റി ആയിരിക്കും. പിന്നെ Exactly. ഉറപ്പായിട്ട് Exactly, because we don't compromise on quality, because quality is the most critical thing which can hold the customers. You know, we can actually keep the relationship with them if we can provide them the highest quality. So we don't compromise on quality. Excellent. റിയലി ക്വാളിറ്റി ഈസ് റിക്വയർഡ്. രജു, നിങ്ങളുടെ ബിസിനസ് മോഡൽ എന്താണ്? ഞങ്ങളുടെ ഒരു ബിസിനസ് മോഡൽ എന്ന് പറഞ്ഞാൽ we got two things. One is purely providing services. That's what we call consulting services. The other one is product innovation, where we create n number of products. We want to be like a domain experts on all different functional areas. ഓക്കെ, So we come up with 5 or 6 products right now. Yes. One is Commerce Intent. Commerce Intent is an e-commerce product. ഓക്കെ, ഓക്കെ, സോ ഞങ്ങളത് ഡെവലപ്പ് ചെയ്യുമ്പോൾ എൻ്റെ മനസ്സിലുള്ള ആദ്യത്തെ ഒരു കൺസെപ്റ്റ് എന്ന് പറഞ്ഞാൽ ഐ നോ ഇൻ ആൻഡ് ഔട്ട് ഓഫ് സെയിൽസ് സോഴ്സ് കൊമേഴ്സ് ക്ലൗഡ്, ഐ നോ ഇൻ ആൻഡ് ഔട്ട് ഓഫ് വെബ്സ്ഫിയർ കൊമേഴ്സ്, അതർ prominent e-commerce tools. Then I thought that, hey, you know what, why I can't create a blend of different things from why I can't create a mix of or a blend of different things, taking it from different tools. ഓക്കെ. You know, I'm not copying it, but I'm developing our own, my own Creating stuff. the features. Exactly. ദാറ്റ്സ് എ വെരി യുണീക്ക് തിങ്, റൈറ്റ്? Yeah. രജു, നിങ്ങളുടെ ഒരു പ്രോഡക്റ്റ് ഡിഫറൻസിയേഷൻ എന്താണ്? കാരണം എല്ലാവർക്കും ഉണ്ട് പ്രോഡക്റ്റ്, നമുക്ക് എന്തെങ്കിലും ഡിഫറൻസിയേഷൻ വേണമല്ലോ. മാർക്കറ്റിലേക്ക് ഇറങ്ങുകയാണ് നിങ്ങൾ ആ പ്രോഡക്ട്സുമായിട്ട്. The product differentiation, as I mentioned earlier, നമ്മുടെ ഒരു അപ്രോച്ച് എന്ന് പറഞ്ഞാൽ ഒരു ഇൻ്റഗ്രേറ്റഡ് ബിസിനസ് പ്ലാറ്റ്ഫോമാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. ഫോർ എക്സാമ്പിൾ, വൺ ഓഫ് ദ അതർ പ്രോഡക്റ്റ് എന്ന് പറഞ്ഞാൽ HR ഒപ്പേറ എന്നാണ് ഞങ്ങൾ ഇട്ടിരിക്കുന്നത്, വിച്ച് ഈസ് നത്തിങ്, ഇറ്റ്സ് എൻ HR മാനേജ്മെൻറ്റ് പ്ലാറ്റ്ഫോം. ഓക്കെ, അപ്പം ഈ പ്രിറ്റി മച്ച് HR-ൻ്റെ എല്ലാ ഓപ്പറേഷൻസും ഈ ടൂൾ വെച്ച് ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പം അത് ശരിക്കും പറഞ്ഞാൽ ഒരു എൻ്റർപ്രൈസ് ലെവലാണ്. വി ക്യാൻ മാനേജ് മൾട്ടി ഓർഗനൈസേഷൻ. Yeah. So HR means, you know, you should be like effectively managing resource working for you. അപ്പം നിങ്ങൾക്ക് ഒരുപക്ഷെ ഇന്ത്യയിൽ മാത്രമായിരിക്കും, ഇന്ത്യയിൽ ഒരു എൻറ്റിറ്റി ഉണ്ടാവും, UAE-യിൽ ഒരു എൻറ്റിറ്റി ഉണ്ടാവും, ഒരു US-ൽ ഒരു എൻറ്റിറ്റി ഉണ്ടാവും. ലേബർ റൂൾ, when you take the labor rule is different for different countries. അപ്പോൾ കംപ്ലയൻസസ് ഉണ്ട്.
So we have taken care of every nook and corner of complaints. We got an extensive dashboard about employees' performances, their leave management, നമുക്ക് KPI ഒക്കെ KPIs, pretty much reporting and everything. So we got that software launched recently, and we were having success Yeah. in launching that particular tool. Right now, ഈ ടൂൾ ഇപ്പോൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത് ഒരു UAE ക്ലയൻ്റ് ആണ്. Yes. Okay. So it's in beta version, and I will tell you one more surprise. We are also using that tool. Correct. ഓക്കെ Our company is also using അത് എഫക്റ്റീവ് ആണോ? Yeah, yeah. ഓക്കെ നമുക്ക് KPI ഒക്കെ ട്രാക്ക് ചെയ്യാൻ പറ്റുന്നുണ്ട്. അതെ, അതെ, അതെ. എവറിത്തിങ് കീ പെർഫോമൻസ് ഇൻഡിക്കേറ്റേഴ്സ് ഒക്കെ ട്രാക്ക് ചെയ്യാൻ പറ്റുന്നുണ്ട്. എംപ്ലോയിയുടെ അല്ലെങ്കിൽ റിസോഴ്സസിൻ്റെ പ്രൊഡക്ടിവിറ്റി നമുക്ക് മോണിറ്റർ ചെയ്യാൻ പറ്റുന്നുണ്ട്. അവർക്ക് ആ റിസോഴ്സിന് നമുക്ക് ഒരു എന്താ പറയുക ഗൈഡ് ലൈൻസ് കൊടുക്കാൻ പറ്റുന്നുണ്ട്. യു ഹാവ് ടു ഡു ദിസ് വേ, യു ഹാവ് ടു ഡു ദാറ്റ് വേ, സോ ദാറ്റ് യു ക്യാൻ get maximum productivity. So this tool is helping a lot. പക്ഷേ നിങ്ങളുടെ ഒരു ടാർഗറ്റ് മാർക്കറ്റ് എവിടെയാണ്? നമ്മുടെ ഒരു ടാർഗറ്റ് മാർക്കറ്റ് എന്ന് പറയുന്നത് wherever we find business problems, we are there. ഓക്കെ So we are 100% confident that we can solve their problems, their challenges. That is what I want my company to be like a domain expert in all areas. So it can be like retail, it can be like customer relationship management, or HR management, or real estate, Real estate. anything, because we got എല്ലാത്തിനും another product enterprise ഉണ്ട്. product. Yeah, we'll come to that. Yeah. അപ്പോൾ മാർക്കറ്റ് ഇസ് ഹ്യൂജ്. Market is very എനിബഡി കുഡ് ബി ഓ. അപ്പോൾ ഇവിടെ ദർ ഇസ് എ സെയിങ് ജോഗ്രഫി ഈസ് ഹിസ്റ്ററി. അപ്പോൾ എവിടെ വേണമെങ്കിൽ നിങ്ങൾക്ക് കസ്റ്റമർ ആവാം. exactly ലോകത്തിന്റെ ഏത് കോണിലും നമുക്ക് കൊടുക്കാൻ പറ്റുന്ന പ്രോഡക്ട്സ് ഉണ്ട്. correct അജു ഏറ്റവും വലിയ ബുദ്ധിമുട്ടുള്ള കാര്യം ഈ കസ്റ്റമർ അക്വയർ ചെയ്യുക എന്നുള്ളതാണ്. അതെ ടുഡേ ഇറ്റ്സ് ഹൈലി കോമ്പറ്റേറ്റീവ് മാർക്കറ്റ്, റൈറ്റ്? അപ്പോൾ ഇന്നത്തെ കാലത്ത് നിങ്ങൾ എങ്ങനെയാണ് ഈ കസ്റ്റമേഴ്സിനെ അക്വയർ ചെയ്യുന്നത്? വാട്ട് ആർ ടൂൾസ് യു യൂസ്? So we actually rely a lot on marketing tools. One such thing is like SEO, search engine optimization, and then we rely a lot on LinkedIn outreach, ഓക്കെ paid social outreach, and then customer referrals. That's very important. So you got ആണ് ഏറ്റവും മെയിൻ. Yes, exactly yes. because they will be trusting us. വൺ obviously. കസ്റ്റമർ, വൺ ഹാപ്പി കസ്റ്റമർ ക്യാൻ ഗിവ് യു മിനിമം 3 കസ്റ്റമേഴ്സ് എന്നാണ് പറയുന്നത്. Exactly, yeah. Exactly. And then another thing is like ഇപ്പോൾ നമ്മുടെ പ്രീവിയസ് ഇന്റർവ്യൂവിൽ we already told you that we got a couple of ആക്ച്വലി projects നമ്മൾ മാർക്കറ്റിംഗിന് വേണ്ടി ചെയ്തതല്ല. അല്ല. ബട്ട് ഈവൻ ദാറ്റ് ഈസ് ഓൾസോ ആക്ടിങ് ആസ് എ ലീഡ് ജനറേഷൻ. അതെ, അതെ. as a lead generation. Now we have been very successful in that execution of project, വണ്ടർഫുൾ. the execution of that project. And now we got another customer success story. We will use that for hunting or finding next. So you're using a Customer. success story to bring next Exactly. customer. So it's like a chain. When you do good work, everyone will follow you. അപ്പോൾ അതൊരു ഓർഗാനിക് മോഡലാണ്. It's an വെരി organic. ഓർഗാനിക് മോഡൽ. അതെ. Exactly. Raju, in our conversation you talked about a CRM. എന്താണ് ഈ പ്രോഡക്റ്റ്? ശരിക്കും ഒരു കസ്റ്റമർ റിലേഷൻഷിപ്പ് മാനേജ്മെന്റ് ആണ്. ആ. ഒരു CRM എന്ന് പറയുമ്പോഴത്തേക്കും എന്താ അതിന് പേരിട്ടിരിക്കുന്നത്? ഞങ്ങൾ പേരിട്ടിരിക്കുന്നത് കുറേ എനിക്ക് വന്ന് വി സ്പെൻഡ് ഓൾമോസ്റ്റ് 1 to 2 days to Yeah, find the correct. suitable name. അപ്പം വി named it as Syndra. സിൻഡ്ര. 360. എന്താണ് സിൻഡ്ര എന്ന് പറയുന്നത്? Syndra എന്ന് പറയുമ്പം synergy. ഓക്കെ. When you interact with customer, you should be having some Yes, synergy, synergy, yeah. right? Plus interaction. Okay. You are interacting with them effectively. Syndra. So we thought that Synergy 360. ഇറ്റ്സ് എ ബ്യൂട്ടിഫുൾ കോയിൻഡ് വേർഡ്. ഓക്കെ. Exactly. So will be a good word. Along with that, we developed Syndra 360 successfully, and it's in beta phase. We have not yet released to the public. ഓക്കെ. We are waiting to be tested everything because we want to make it perfect. ഓക്കെ. So pretty much this particular tool can deal the entire sales process. That includes Yes. lead generation, and then Deal. pipeline management, Deal. lead to deal conversion, Deal conversion. ഓക്കെ. and then extensive reporting mechanism which tells us future sales forecasting. Sales And pipeline is there. exactly different stages. There are different stages. Yeah, this tool will do pretty much everything for the CRM. ബേസിക്കലി domain. ഒരു
സെയിൽസിൽ ഒരാൾക്കും കസ്റ്റമർ സർവീസിൽ ഒരാൾക്കും യു ജസ്റ്റ് നീഡ് ടു യൂസ് ദിസ്. Yeah. Exactly, because you know, like sales involves lot of documentations, contract, Yeah. compliances, പ്രോസസ്. process. So we develop a unique mechanism to consolidate all the documentation in a specific repository which is very safe. When I say safe, because most of the complaints documents should not be like available to the public. It should be in a safe zone, Correct. right? So we got everything developed in a very good way. So that's going to be a big opportunity for you, CRM. Yeah. CRM is a big opportunity for us because in another on a side note, we got our CRM Syndra 360 to be integrated with different systems, basically Teams, right? Because customer interaction or the documentation, we got a lot of integration with Teams, with Google Calendar for Calendar. activity management, etc. So this is a unified platform. One other thing I want to add, this product is very easy to use. Mhm. Which customers can use easily, Yeah, not very complicated. They can understand the things easily. yeah. The usability is Yeah, usability is yeah. So we got that user interface. That's fine. Yeah. Like that. Okay. Raju, you talked about HRM. Basically, I'm into corporate training and business coaching. That's my favorite topic. ഈ HRM-ന് എന്താണ് ഒരു AI ഇൻറ്റിഗ്രേഷൻ അപ്ഗ്രേഡേഷൻ ഒക്കെ നടന്നിട്ടുണ്ടോ? ഈ HRM, when I think I missed some of the points when we talked earlier. When it comes to HRM, ഏറ്റവും കൂടുതൽ ഒരു പെയിൻ പോയിന്റ് എന്ന് പറയുന്നത് ഈ ഡോക്യുമെന്റേഷനാണ്. ഫോർ എക്സാമ്പിൾ, എംപ്ലോയീസ് ദേ മേ കോൺസ്റ്റന്റ്ലി ആസ്കിങ് ഫോർ സാലറി സർട്ടിഫിക്കറ്റ്, ദേ മേ കോൺസ്റ്റന്റ്ലി ആസ്കിങ് ഫോർ ജോയിനിങ് സർട്ടിഫിക്കറ്റ്, പേ സ്ലിപ്സ്. അപ്പോൾ ഇതിനൊക്കെ ഒരു മാനുവൽ ജനറേഷൻ എന്ന് പറഞ്ഞാൽ യു വിൽ ബി സ്പെൻഡിങ് ലോട്ട് ഓഫ് Very true. So we got it automated everything. We got automated everything. So in one click, you will get the salary certificate. In one click, you will get the joining certificate, Experience payslips, certificate. final settlement, creativity calculation. So tons of things. We got it everything integrated together. രാജു, ഒരു കാര്യം ചോട്ടെ, നമ്മുടെയൊക്കെ എല്ലാ ബിസിനസ്സുകാരനും ഒരു പെയിൻ പോയിന്റ് ആണ് റിക്രൂട്ട്മെന്റ്. അത് നിങ്ങൾ സോൾവ് ചെയ്തോ? yeah. Yes. എന്താണത്? Recruitment, we got the AI beast mode on in our HR Opera tool. So recruitment, you know about it. Like when you post a job in any of the public platforms, you will get 1,000 or 2,000 of resumes. That's right. അത്രയും റെസ്യൂമേഴ്സ് ഒരാളിരുന്ന് അല്ലെങ്കിൽ 10 പേരിരുന്ന് റീഡ് ചെയ്ത് അത് ഫിൽട്ടർ ചെയ്തിട്ട് മോസ്റ്റ് റെലവൻറ്റ് നമ്മുടെ ജോബ് ഡിസ്ക്രിപ്ഷൻ അനുസരിച്ചിട്ട് മോസ്റ്റ് റെലവൻറ്റ് റെസ്യൂം പിക്ക് ചെയ്യുക എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് എ മോസ്റ്റ് ടീഡിയസ് ആൻഡ് ടഫസ്റ്റ് ജോബ്. Okay. അപ്പോൾ നമ്മൾ വി തിങ്ക് ദാറ്റ് ഓക്കെ, വൈ കോൺ വി യൂസ് ലെവറേജ് AI model to come up with a solution so that we don't need to do anything manually. അപ്പം അങ്ങനെ വന്നപ്പോഴത്തേക്കും ഞങ്ങളൊരു AI മോഡൽ ഡെവലപ്പ് ചെയ്തു. ആ മോഡലിന് നമ്മൾ ഇപ്പോൾ ഈ ഞാൻ പറഞ്ഞ ഈ 2,000 റെസ്യൂംസ് ഫീഡ് ചെയ്താൽ മാത്രമേ ജസ്റ്റ് ഇൻ ടു ഇറ്റ്, ജസ്റ്റ് ഫീഡ് ഇൻ ടു ദീസ് 2,000 റെസ്യൂമേഴ്സ് ആൻഡ് ദെൻ വി ഹാവ് ടു ഫീഡ് വൺ മോർ ഇൻപുട്ട്. അത് വേറെ ഒന്നുമല്ല, ജോബ് ഡിസ്ക്രിപ്ഷൻ. Okay. ഒരു സൈഡിൽ ബയോഡാറ്റ ഉണ്ട്, ഒരു സൈഡിൽ ജോബ് ഡിസ്ക്രിപ്ഷൻ ഉണ്ട്. There are like 2 inputs. Okay. Right? ഇനി എയുടെ പണിയാണത്. ഇനി എയുടെ പണിയാണ്. Now AI got the things. Okay, I'm ready to do my work. Okay, let me do my work. Don't interrupt. Okay. അല്ലേ? അപ്പം അത് AI തുടങ്ങി കഴിയുമ്പോഴത്തേക്കും AI ഇതെല്ലാം കൂടെ പ്രോസസ്സ് ചെയ്യാൻ തുടങ്ങും. There are a lot of things happening background. I don't want to explain everything. ഇതെല്ലാം പ്രോസസ്സ് ചെയ്ത് കഴിഞ്ഞ് വൺസ് ഇതിൻ്റെ ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ ഈ JD AI അനലൈസ് ചെയ്യാണ് ഫസ്റ്റ്. ഈ JD അനലൈസ് ചെയ്ത് കഴിഞ്ഞ് ഇറ്റ് വിൽ കം അപ്പ് വിത്ത് റെലവൻറ്റ് ക്വസ്റ്റ്യൻസ്. അത് തന്നെ ക്വസ്റ്റ്യൻസ് ഫോം ചെയ്യും. ആ ക്വസ്റ്റ്യൻസ് ഫോം ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ വൺ പാർട്ട് ഓഫ് ദ ജോബ് ഈസ് ഡൺ. അത് കഴിഞ്ഞ് ഈ ക്വസ്റ്റ്യൻസ് അതിൻ്റെ ഒരു കോംപ്ലക്സ് ലെവൽ ഉണ്ടല്ലോ, ലെവൽ ഓഫ് കോംപ്ലക്സിറ്റി, അത് ഏതാണെന്ന് നമുക്ക് വേണമെങ്കിൽ കോൺഫിഗർ ചെയ്യാം നേരത്തെ തന്നെ. അതിനനുസരിച്ചിട്ടായിരിക്കും AI ക്വസ്റ്റ്യൻസ് ഫോം ചെയ്യുന്നത്. ഇത് വൺസ് ഇത് കഴിഞ്ഞ് കഴിഞ്ഞാൽ, പണ്ട് നമ്മൾ ഈ മാത്തമാറ്റിക്സിൽ നമ്മൾ ജിയോമെട്രി പഠിക്കും. ജിയോമെട്രി പഠിക്കുമ്പോഴത്തേക്കും നമ്മൾ കോസ് തീറ്റ, സൈൻ തീറ്റ എന്നൊക്കെ പറയും, ടാൻ തീറ്റ എന്നൊക്കെ പറഞ്ഞു കഴിയുമ്പോഴത്തേക്കും അത് കഴിഞ്ഞ് നമ്മൾ ഈ മാസ്റ്റേഴ്സ് ഒക്കെ ചെയ്യുമ്പോൾ പറയും നമ്മൾ ഈ പണ്ട് പഠിച്ച ഈ കോസും സൈനും നമ്മൾ ഉപയോഗിക്കുന്നില്ല, വെറുതെ ഇതൊക്കെ പഠിച്ചെന്ന് പറയും. ആക്ച്വലി വി ആർ യൂസിങ് കൊസൈൻ സിമിലാരിറ്റി ടു ഡെവലപ്പ് ദിസ് AI റിക്രൂട്ട്മെന്റ് മോഡൽ. വി ആർ യൂസിങ് കോസ് തീറ്റ. അപ്പം
അത് ഉപയോഗിച്ചിട്ടാണ് നമ്മൾ ഈ അപ്രോപ്രിയേറ്റ് റെസ്യൂമേഴ്സ് ഫൈൻഡ് ചെയ്യുന്നത്. സോ വി യൂസ് കൊസൈൻ സിമിലാരിറ്റി ബിറ്റ്വീൻ ദീസ് റെസ്യൂമേഴ്സ് ആൻഡ് ദ JD. ഓക്കെ. ഫൈനലി ദ ഔട്ട്കം എന്ന് പറയുന്നത് യു വിൽ ഗെറ്റ് റെലവൻറ്റ് റെസ്യൂമേഴ്സ് ഔട്ട് ഓഫ് ഈ 2000 10 പേരെ മതിയെങ്കിൽ 10 പേരെ എടുക്കും. 10 പേരെ ഇത് സെലക്ട് ചെയ്യും. ഇത് സെലക്ട് ചെയ്യും. എന്നിട്ട് ഇത് സെലക്ട് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ ഇത് സെലക്ട് ചെയ്തതിന് ശേഷം നമ്മളെ അടുത്ത് തരില്ല. ഓക്കെ, വേണമെങ്കിൽ നമുക്ക് റിക്വസ്റ്റ് ചെയ്യാം AI മോഡലിൻ്റെ അടുത്ത്. പക്ഷേ ഇത് ഈ കാൻഡിഡേറ്റ്സിനെ ഓട്ടോമാറ്റിക്കലി ആ റെസ്യൂമേന്ന് ഇമെയിൽ അതിന് കിട്ടും, ഫോൺ കിട്ടും. ഇറ്റ് വിൽ സെൻഡ് മെസ്സേജസ്, ഇറ്റ് വിൽ സെൻഡ് ഇമെയിൽ ഫോർ കണ്ടക്ടിങ് എ റൗണ്ട് ഓഫ് ഫേസ് ടു ഫേസ് ഇന്റർവ്യൂ. ആര്? ഏജന്റ്. അതാരാണത്? അത് ഹ്യൂമൻ അല്ല. ഇറ്റ് ലുക്സ് ലൈക്ക് എ ഹ്യൂമൻ. ഓക്കെ. അപ്പം എക്സാക്ട്ലി then AI itself will agree upon with on a specific time slot of interview, right? The time slot. Okay. ആ ടൈം വരുമ്പോഴത്തേക്കും കാൻഡിഡേറ്റും ജോയിൻ ചെയ്യും, AIയും ജോയിൻ ചെയ്യും. ഓക്കെ. അപ്പോൾ ഇവിടെ ഒരു സ്ത്രീ ആണെങ്കിൽ അവിടെ ഒരു പുരുഷനാണെങ്കിൽ അതെ, it will start asking question. it will start asking questions. But let me check with you. കാരണം ഇതൊരു ഹ്യൂമൻ ടച്ച് ആവശ്യമായ ചില കാര്യമുണ്ട്. ഫോർ എക്സാമ്പിൾ നമ്മളൊരു ക്വസ്റ്റ്യൻ പറഞ്ഞു, അപ്പോൾ അതിൻ്റെ ഇടയിൽ ഒന്ന് ഇതായപ്പോൾ നമുക്ക് വേണമെങ്കിൽ ഒന്നും കൂടി ഇടയ്ക്ക് ചോദിക്കും, അതെനിക്ക് ക്ലാരിഫൈ ചെയ്യാമോ? എക്സാക്ട്ലി. അപ്പം ഈ സാധനങ്ങളൊക്കെ AI ചെയ്യും, ഇതെല്ലാം ചെയ്യും. അപ്പം looks like a human. it looks like a human, talks like a human. അപ്പം very interesting. അപ്പം ഇപ്പം ഞാനൊരു AI ആണെങ്കിൽ ഞാനൊരു ചോദ്യം സാറിനോട് ചോദിച്ചാൽ ഞാൻ സാറപ്പോൾ ഉത്തരം പറയുമല്ലോ. അപ്പം ഞാൻ ഐ വിൽ ബി then into a listening mode. Okay. I'll be like interpreting your answers. On the background, I'll be checking whether your answers matches with what I have asked for. ആ ക്വസ്റ്റ്യൻ പലതും ചെക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. Then it will rank behind the scene. It will rank. Okay. ഈ ആൻസർ ഈ ക്വസ്റ്റ്യന് ഞാൻ ചോദിച്ച ക്വസ്റ്റ്യനുമായിട്ട് ശരിയാണോ എന്നുള്ള ഒരു റാങ്കിങ് കൊടുക്കും. Okay. Finally, when all the interview is done, it will come up with a ranking for that candidate. Okay. This candidate got, correct, exactly. This candidate got 75 out of 100. Okay. After all these 10 candidates are interviewed by the AI agent, we got the final ranking for these 10 candidates. And it is asking you want to take, you take it. ഇതാണ് എൻ്റെ റാങ്കിങ്. This is my ranking. ഈ പൊസിഷനിൽ ഇയാളാണ് നല്ലത്. Correct. ഇത് 2000 പേരിൽ നിന്ന് ഫിൽട്ടർ ചെയ്ത് എടുത്തേക്കുന്നതാണ്. എക്സാക്ട്ലി. അപ്പോൾ അവിടെ വേണമെങ്കിൽ നമുക്ക് ഇന്റർവ്യൂ ചെയ്യാം. അപ്പം ചിലർ ചോദിക്കും, ഇസ് ഇറ്റ് ഓൺലി പോസിബിൾ, ഇസ് ദർ എനി ലിമിറ്റേഷൻ ലൈക്ക് ഓൺലി 2000 resumes? No, we can go up to it could be at 100,000 also. Yeah, because we are parallelly processing the resumes, not like simultaneously. It's like a parallel processing. We will split the resume into chunks and then we are giving that job to Actually speaking, I'm almost having a my heartbeat is stopping. കാരണം ഒരു കാര്യത്തിൽ തീരുമാനം, അപ്പം നമ്മൾ ഈ റിക്രൂട്ടിങ് HR ഒക്കെ ഇനി നാളെ റീപ്ലേസ് ചെയ്യുകയാണ്. ബിക്കോസ് ഈ പറയുന്ന പോലെ ഒരു HR ഇന്റർവ്യൂ എടുക്കാൻ മാസങ്ങൾ എടുക്കുന്നുണ്ട് ഇതൊക്കെ തീർത്ത് ഒരാളെ തരാനായിട്ട്. സോ ടുഡേ ദി ഓൺട്രപ്രണർ ഈസ് ആസ്കിങ് വെർ ഈസ് മൈ മാൻ, വെർ ഈസ് മൈ പേഴ്സൺ എന്ന് ചോദിക്കുമ്പോൾ ഇത് AI പറഞ്ഞ നേരം കൊണ്ട് മണിക്കൂറിനുള്ളിൽ എല്ലാം സ്കെഡ്യൂൾ ചെയ്ത് നമുക്ക് വേണമെങ്കിൽ ആളെ കണ്ടെത്തി തരുമെന്നാണ് ഈ പറഞ്ഞു വരുന്നത്. അതെ. ഇറ്റ്സ് വെരി ഇൻട്രസ്റ്റിംഗ്. അപ്പം നമ്മൾ ശരിക്കും പറഞ്ഞാൽ HR-ന്റെ ജോബ് ഈസി ആക്കുവാണ്. വി നീഡ് an HR there, but we are actually making their job very easy by using this tool. റജു, ഈ CRM കേട്ടു, അതുപോലെ തന്നെ HR is a very unique thing which you have developed using AI. നമ്മുടെ നാട്ടിൽ ഏറ്റവും കോംപ്ലിക്കേറ്റഡ് കിടക്കുന്നൊരു ഫീൽഡുണ്ട്, റിയൽ എസ്റ്റേറ്റ്. ഹാവ് യു തോട്ട് അബൌട്ട് ദാറ്റ്? Definitely. As I mentioned, we like to work upon cross domain. അപ്പം ദിസ് ഈസ് വൺ ഓഫ് അവർ ഏരിയ, റിയൽ എസ്റ്റേറ്റ് എന്ന് പറഞ്ഞാൽ. കാര്യം അതിനകത്ത് ഒരുപാട് ചാലഞ്ചസ് ഇപ്പോഴും ഉണ്ട്. ഇപ്പം കാനഡ റിയൽ എസ്റ്റേറ്റ് എടുത്താലും യുണൈറ്റഡ് റിയൽ എസ്റ്റേറ്റ് എടുത്താലും അവർക്കൊരു കൊളാബറേറ്റീവ് മെക്കാനിസം ഇപ്പോഴും ഇല്ല. അവിടെ ഏജൻസ്, ഹൗ ഇറ്റ് വർക്ക്സ്, ദർ വിൽ ബി എ ബ്രോക്കറേജ് കമ്പനി, ഒരു സ്പെസിഫിക് ബ്രോക്കറേജിൻ്റെ അടിയിൽ കുറച്ച് ഏജൻസ് കാണും. ഈ ഏജൻസിന് കുറേ കസ്റ്റമേഴ്സ് കാണും. ഇവരൊക്കെ കസ്റ്റമേഴ്സിൻ്റെ അടുത്ത് പോകുന്നു, 1-on-1 മീറ്റിംഗ് നടത്തുന്നു. ചിലപ്പോൾ വാട്സപ്പിൽ കൂടെ ആയിരിക്കും പ്രോപ്പർട്ടിയുടെ ഡീറ്റെയിൽസ് സ്പെസിഫിക്സ് അയച്ചു കൊടുക്കുന്നത്. അവരൊരു ഓപ്പൺ ഹൗസ് വെക്കുന്നു. എവറിത്തിങ് ഈസ് കൈൻഡ് ഓഫ് മാനുവൽ. Then we thought that, okay, there is an opportunity there. So we come up with a platform where brokerage can access this particular platform. They can manage different agents. Agent can manage different properties, and agent can have specific
portal, customer specific portal, so that they can have all the properties listed there for a particular customer. ഓക്കെ അപ്പം അങ്ങനെ ഒരു ഇലാബറേറ്റീവ് പ്ലാറ്റ്ഫോം വന്നപ്പോഴത്തേക്കും വി ആർ തിങ്കിങ് ദാറ്റ് ഇറ്റ് ഈസ് ഗോയിങ് ടു സോൾവ് ലോട്ട് ഓഫ് ചാലഞ്ചസ് ഇൻ യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ആൻഡ് കാനഡ മാർക്കറ്റ്, എസ്പെഷ്യലി ഇൻ ദിസ് റിയൽ എസ്റ്റേറ്റ് ഏരിയ. അപ്പം ഇതിനകത്ത് പിന്നെ നോർമലി എവറിത്തിങ് ഈസ് ദെയർ. നമ്മുടെ ബിൽഡേഴ്സിനൊക്കെ വേണമെങ്കിൽ യൂസ് ചെയ്യാം. ബിൽഡേഴ്സിന് യൂസ് ചെയ്യാം, നോർമൽ ബിൽഡേഴ്സിന് യൂസ് ചെയ്യാം. പ്രോപ്പർട്ടി ലിസ്റ്റിംഗ് ഉണ്ട്, ഇലാബറേറ്റീവ് സെർച്ച് ഉണ്ട്, പിന്നെ പ്രോപ്പർട്ടിയുടെ ഹിസ്റ്ററി എടുക്കാം, ഓക്കെ, അതിൻ്റെ പ്രൈസ് ഹിസ്റ്ററി എടുക്കാം, അതിൻ്റെ ടാക്സ് ഹിസ്റ്ററി എടുക്കാം. പിന്നെ അതിനോടൊപ്പം തന്നെ ഇതിൻ്റെ നമ്മുടെ US-ലൊക്കെ ക്രൈം റേറ്റ് പറയും, ഓരോ കൗണ്ടിയിൽ ഓരോ ഹോമിൻ്റെ ക്രൈം റേറ്റ് പറയും, അവിടുത്തെ ക്രൈം റേറ്റ് എത്രയാണ്. അപ്പോൾ ഇവിടെ നമുക്ക് ക്രൈം ഇൻഡെക്സ് എടുക്കാം. അതുപോലെ തന്നെ ടു ഡിസൈഡ് അവിടെ വേണോ വീടെന്ന് അറിയാൻ, അവിടെ വേണോ വീടെന്നുള്ള. ഓക്കെ, അപ്പോൾ അതൊക്കെ നമ്മൾ ഒരു AI പീസും കൂടെ ഇൻ്റഗ്രേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. pretty much we got very good locations. Solid product. Nearby schools-ന്റെ information, hospitals, hospital information, everything is there. Raju, when we met, basically you are an e-commerce company, right? Yes. So അത് എവിടെ എത്തി നിൽക്കുന്നു? ഇ-കൊമേഴ്സ് ഞങ്ങൾ ഇപ്പോഴും ഞങ്ങളുടെ ആ ഒരു പ്ലാറ്റ്ഫോമിൻ്റെ പേര് കൊമേഴ്സ് ഇൻറ്റൻ്റ് എന്നാണ് ഞാൻ പറഞ്ഞത്, സൂചിപ്പിച്ചത്. അപ്പം അത് ഞങ്ങൾ സ്റ്റിൽ ഇൻ ഡെവലപ്പിംഗ് സ്റ്റേജ്, ബിക്കോസ് ഇ-കൊമേഴ്സ് ഇസ് എ ബിഗ് ഓഷ്യൻ. Correct. It requires its own time to develop. So it is still in developing stage, and probably in another couple of months, maybe 4 or 5 months, we'll be able to wrap the things up, and then we'll be able to deliver it. Commerce Intent is going to be a fantastic product because it's a blend of Shopify, it's a blend of WebSphere Commerce, Salesforce Commerce Cloud. I'm sure customer is going to get an amazing product from us. അപ്പോൾ ഞങ്ങൾ ഇനിയും അടുത്ത ഞങ്ങളുടെ ഒരു പ്ലാൻ ചെയ്യാൻ പോകുന്നത് വെച്ചാൽ ഞങ്ങളുടെ എക്സിസ്റ്റിംഗ് കസ്റ്റമേഴ്സിനെ കൊമേഴ്സ് ഇൻറ്റൻറ്റിലോട്ട് മൈഗ്രേറ്റ് ചെയ്യാനുള്ള ഒരു പ്ലാനാണ് ഞങ്ങൾക്കുണ്ട്. ബിക്കോസ് ക്രോസ് സെല്ലിംഗ് ഈസ് ഓൾസോ പാർട്ട് ഓഫ് അവർ ഗ്രോത്ത്. ഓക്കെ, അപ്പോൾ നമ്മുടെ എക്സിസ്റ്റിംഗ് കസ്റ്റമേഴ്സിന് തന്നെ ഇപ്പം നമ്മൾ ഈ പറഞ്ഞ CRM ഇതെല്ലാ പ്രോഡക്ട്സും നമുക്ക് കൊടുക്കാനുള്ള ഒരു ഓപ്പർച്യൂണിറ്റി. കാര്യം ഇ-കൊമേഴ്സ് ഏതൊരു കസ്റ്റമേഴ്സ് എടുത്താലും ഇ-കൊമേഴ്സിൻ്റെ ഒരു സ്പെസിഫിക് ടൂൾ എടുത്തു കഴിഞ്ഞാൽ ദേ ഗോട്ട് ലോട്ട് ഓഫ് ചാലഞ്ചസ്. അവർ ചിലപ്പം പറയും എനിക്ക് ഈ ഇന്ന ടൈപ്പ് പ്രൊമോഷൻ വേണം, മിക്സ് ആൻഡ് കോംബോ ഓഫ് ഇങ്ങനെ ഒരു പ്രോഡക്ട്സ് വരുമ്പം വി ഷുഡ് ഗിവ് ദം 15% ഡിസ്കൗണ്ട് എന്ന് പറയുമ്പം എല്ലാ ടൂളിനും അത് ചെയ്യണമെന്നില്ല, ബിക്കോസ് ദർ ഈസ് ലിമിറ്റേഷൻ. ട്രൂ. അപ്പം ആ ലിമിറ്റേഷൻസ് എപ്പം നമ്മൾ ഒരു ലിമിറ്റേഷൻ വെൻ വി ഫൈൻഡ് എ solution for that limitation, we got a scope there. Correct. That is our niche. അപ്പം ആ ഒരു ബ്ലെൻഡ് ഇതിനകത്ത് കൊമേഴ്സ് ഇൻറ്റൻറ്റ് വരുത്തിയിട്ടുണ്ട്. സോ നോ വൺ ഷുഡ് കംപ്ലെയിൻ ദാറ്റ് hey, you know what, commerce intent has that limitation. I never allow to do that, because we are confident enough to say that this is going to solve all our customer problems. രജു, അജയ്, നിങ്ങളുടെ ഒരു ഗ്രോത്ത് സ്ട്രാറ്റജി എന്താണ്? ഞങ്ങളുടെ ഒരു ഗ്രോത്ത് സ്ട്രാറ്റജി എന്ന് പറയുമ്പോഴത്തേക്കും ബേസിക്കലി ഞങ്ങളിപ്പോഴും ശരിക്കും മാർക്കറ്റിംഗ് ഞങ്ങളുടെ കമ്പനിയെ ഇത് നോക്കുമ്പോഴത്തേക്കും വിത്ത് റെസ്പെക്ട് ടു അവർ കമ്പനി വി ഹാവ് നോട്ട് അറ്റ് സ്റ്റാർട്ടഡ് മാർക്കറ്റിംഗ് വിഗറസ്ലി. അതിൻ്റെ കാരണം എന്താ വെച്ചാൽ വി ആർ വെയിറ്റിംഗ് ഫോർ അവർ പ്രോഡക്റ്റ് ടു ബി ഫിനിഷ്ഡ്, ഷേപ്പിലാവണം. ആൻഡ് വി ഗോട്ട് എ ഫണ്ടാസ്റ്റിക് quality assurance team in our company. They are very hardworking people, and they are very analytical, because we need good brainy analytical people to test these products. Correct. Make sure that this product is 100% accurate and 100% defect free. പണ്ട് മറ്റേ നമ്മൾ സോഫ്റ്റ്വെയർ നമ്മുടെ മാസ്റ്റർ ഓഫ് കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ നമ്മൾ റെഗുലർ കോഴ്സ് ചെയ്യുമ്പോൾ പറയും no software is 100% defect free. Correct. We have to change that. Okay. Software should be 100% defect free. That is the quality. Okay. So more or less നമ്മുടെ ഒരു സോഹോ ടൈപ്പ് സാധനമാണ് ഈ പറഞ്ഞു വരുന്നത്. അതെ, സോഹോ ശരിക്കും പറഞ്ഞാൽ ഇൻസ്പയർ ചെയ്തിട്ടുണ്ട്. ഞാൻ ഇവിടെ യുണൈറ്റഡ് സ്റ്റേറ്റ്സിൽ ഇവിടെ വന്നപ്പം എൻ്റെ മൈൻഡിലുള്ള ഒരൊറ്റ തോട്ട് പ്രോസസ്സ്, ഐ ടു ഡെവലപ്പ് വൺ ഇ-കൊമേഴ്സ് പ്രോഡക്റ്റ്. ഓക്കെ, ജസ്റ്റ് വൺ. ബട്ട് യു കനോട്ട് expect everything to happen in your way. Sometimes your situation will change, your circumstances change, your surroundings will change, then you need to accommodate accordingly. Correct. അവിടെ വന്നപ്പോഴത്തേക്കും then AI boom comes, ChatGPT comes, Grok comes, different AI model comes. ഇപ്പം നമ്മുടെ
ഗൂഗിൾ വിസ്ക്, This- ഗൂഗിൾ ഫ്ലോ ആയി. അതെ. ഇപ്പം പണ്ട് നമ്മൾ ഫോട്ടോഷോപ്പിൽ ചെയ്തുകൊണ്ടിരുന്ന സംഭവങ്ങൾ ക്രിയേറ്റീവായിട്ട് ഒരു ഇമേജ് ക്രിയേറ്റ് ചെയ്യുന്ന സംഭവം ഇപ്പം വേണ്ട. ബിക്കോസ് യു ജസ്റ്റ് നീഡ് ടു പ്രോംപ്റ്റ് ഗൂഗിൾ ഫ്ലോ വിത്ത് വാട്ട് യു നീഡ്, ദെൻ ഇറ്റ് ക്യാൻ ജനറേറ്റ് ദ ഇമേജ്. യു ക്യാൻ നൗ convert that image into moving animated videos using Google Flow. So the creative ഇത്രയും ഈസി ആയിട്ട് ഇറ്റ്സ് നൗ അറ്റ് അവർ ഫിംഗർ ടിപ്പ്. കറക്റ്റ്. എന്ത് എത്ര easy ദിവസം എടുത്ത് എത്ര മണിക്കൂർ എടുത്ത് ചെയ്തിരുന്ന കാര്യങ്ങൾ ചെയ്തിരുന്ന കാര്യങ്ങൾ 15 മിനിറ്റ്സിനുള്ളിൽ ചെയ്യാവുന്ന തലത്തിലേക്ക് നമ്മുടെ ടെക്നോളജി മാറിക്കഴിഞ്ഞു. Then I thought that, you know what, e-commerce is very important, Correct. but I just need to hold on, ഓക്കെ. okay, and then pitch into other different areas. Otherwise, there is no survival. For a business, survival is the most important thing. You have to prioritize things and then fight for it, then execute it, deliver it. So that's the reason why we come up with different innovative products. Okay. But again, our bread and butter is e-commerce. Commerce intent is our bread and butter. But the other products, yeah, ദാറ്റ്സ് ഓൾ ഫ്യൂച്ചർ പ്രോഡക്ട്സ്. it is all future products. റജു, ബേസിക്കലി ഒരു ഇതുപോലുള്ള സോഫ്റ്റ്വെയർ ഡെവലപ്മെൻറ്റ് എന്നൊക്കെ പറയുന്നത് ഞാൻ കണ്ടിട്ടുള്ള ഐ എം ഓൾസോ സെഡ് വിത്ത് ലോട്ട് ഓഫ് IT കമ്പനീസ്, ഇറ്റ് ടേക്സ് ലോട്ട് ഓഫ് ടൈം. Yeah. ഇതൊരു ഡെവലപ്മെൻറ്റിൻ്റെ ടൈം എന്ന് പറയുന്നത് ടൈം കൺസ്യൂമിംഗ് ആണ്. പല പ്രോജക്റ്റുകളൊക്കെ വർഷങ്ങളൊക്കെ ദ ക്ലൈൻറ്റ് ഗോസ് മാഡ്. നൗ വാട്ട്സ് ഹാപ്പനിങ് വിത്ത് യുവർ കമ്പനി? I actually second your point. The fact is that ഇപ്പോൾ നമുക്കൊരു എൻ്റർപ്രൈസ് ലെവൽ പ്രോഡക്റ്റ് ഡെവലപ്പ് ചെയ്യണമെന്നുണ്ടെങ്കിൽ it definitely take more than a year. Yeah. With the 10 number of resources. Minimum 10 people. Minimum 10 number of resources. പക്ഷേ ഇപ്പം വിത്ത് ദ യൂസ് ഓഫ് ChatGPT, ഇപ്പം ഞങ്ങൾ ഓപ്പൺലി, ദിസ് എ വെരി ഓപ്പൺ ഡിസ്കഷൻ, ഞങ്ങളിപ്പം HR Opera എന്ന് പറഞ്ഞൊരു സോഫ്റ്റ്വെയർ ഡെവലപ്പ് ചെയ്തത് വിത്ത് ദ യൂസ് ഓഫ് ChatGPT ആൻഡ് Grok ആൻഡ് വിത്ത് വൺ എക്സ്പീരിയൻസ്ഡ് കാൻഡിഡേറ്റ്, വൺ എക്സ്പീരിയൻസ്ഡ് റിസോഴ്സ്. ഓക്കെ. അപ്പം എന്തുകൊണ്ടാണ് ഞാൻ എക്സ്പീരിയൻസ് റിസോഴ്സ് എന്ന് പറഞ്ഞാൽ, വി സ്ട്രോങ്ലി ബിലീവ് ഇൻ എക്സ്പീരിയൻസ് ഡ്രിവൺ ആർക്കിടെക്ചർ Okay. right now. It is not enterprise, right? It is an experience driven. You need an experience to make AI work. Fully agree with you. You need to have such a strong knowledge on different domain so that you can ask sensible questions to AI. So you now your only job is to mine. It's a data mining, right? Correct. You just do the mining and extract the meaningful result out of it, and then you use that to develop the software. So it's a lot of time saving. It's a lot of time saving. Now it has been cut down to 6 months with one resource. You know, Where That's it it. used to be 10 people and 1 year. 1 year. Minimum. Exactly. Yeah. Exactly. അപ്പോൾ ഇത് കോസ്റ്റ് സേവിംഗ് ആണ്, Time ടൈം സേവിംഗ് ആണ്, Time saving ക്ലയൻറ്റ് ഈസ് ആണ്. ഹാപ്പy, Yeah. Client is happy. better quality. Better quality. രജു, അജയ്, ബീങ് എൻ എക്സ്പേർട്സ് ഇൻ ദിസ് ഫീൽഡ്, ഞാനും പങ്കുവയ്ക്കുന്നത് എൻ്റെ മാത്രമല്ല പുതിയ ജനറേഷൻ നമ്മുടെ ജെൻസിയുടെയൊക്കെ ഒരു ആശങ്കകളാണ്. ഈ AI, ഇപ്പോൾ നമ്മൾ സംസാരിച്ചുകൊണ്ട് AI ആണ്, എന്ന് വെച്ചാൽ 10 പേരുണ്ടായിരുന്നത് ഒരാളെ വെച്ച് ചെയ്യാം, അല്ലെങ്കിൽ നമ്മൾ ഈ പറഞ്ഞ പോലെ 1 വർഷം എടുത്തിരുന്ന 6 മാസം എന്നൊക്കെ പറയുമ്പോൾ ഇറ്റ്സ് അലാമിങ്. പല മേഖലകളിലും ഈ AI, ഇപ്പോൾ ഫോർ എക്സാമ്പിൾ, ഐ എം ഷുവർ യു ആർ ടെക്കീസ്, യു മൈറ്റ് ഹവ് റെഡ്, ഗൂഗിൾ ഈസ് സെൻഡിങ് ഓഫ് പീപ്പിൾ, മെറ്റ ഈസ് സെൻഡിങ് ഓഫ് പീപ്പിൾ, റീസെൻ്റ്ലി ഇൻഫോസിസ് 8000 പേരോ അത്രയൊക്കെ. ഇത് ഇങ്ങനെ ആൾക്കാരുടെ ഉള്ളിലൊരു ഭയം വന്നു തുടങ്ങി. ഇത് പഠിച്ചിറങ്ങുന്ന എഞ്ചിനീയേഴ്സിനൊക്കെ ഇനി ജോലി കിട്ടുമോ? ഫസ്റ്റ് ക്വസ്റ്റ്യൻ. ഉള്ളവരുടെ പണി പോവുമോ? ഇത് രണ്ടാമത്തെ ക്വസ്റ്റ്യൻ. സോ ലോട്ട് ഓഫ് ക്വസ്റ്റ്യൻസ്. ദിസ് AI is, നമുക്ക് ആദ്യമൊക്കെ നമ്മൾ തമാശയായിട്ട് തോന്നിയെങ്കിലും ഇപ്പോൾ നമുക്ക് കാര്യങ്ങൾ മനസ്സിലായി വരുന്നുണ്ട്. അതെ 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 അതെ. വാട്ട്സ് യുവർ ടേക്ക് ഓൺ ഇറ്റ്? ശരിക്കും പറഞ്ഞാൽ ഇപ്പം നമ്മളൊരു ഡിപ്പാർട്ട്മെൻറ്റ് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഡിഫറെൻറ്റ് ഡിപ്പാർട്ട്മെൻറ്റ്സ് ഉണ്ട്. ഒരു സോഫ്റ്റ്വെയറിൻ്റെ ഒരു ഡിപ്പാർട്ട്മെൻറ്റ് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഡെവലപ്മെൻറ്റ് ടീം വേണം. അവരുടെ റെസ്പോൺസിബിലിറ്റി ഡെവലപ്പ് തിങ്സ്, ക്രിയേറ്റ് ന്യൂ തിങ്സ്. പിന്നെ നമുക്ക് ഒരു ക്വാളിറ്റി അഷുറൻസ് ടീം വേണം. അവരുടെ റെസ്പോൺസിബിലിറ്റി ക്വാളിറ്റി അവർ ഇൻസ്പെക്ട് ചെയ്യുക, അത് ടെസ്റ്റ് ചെയ്യുക എന്നുള്ളതാണ്. പിന്നെ ഒരു പ്രോജക്റ്റ് മാനേജ്മെൻറ്റ് ടീം വേണം. അങ്ങനെ എല്ലാവരും കൂടെ ചേരുമ്പോഴാണ് ഒരു നല്ലൊരു ക്വാളിറ്റി സോഫ്റ്റ്വെയർ നമുക്ക് ഡെലിവർ ചെയ്യാൻ പറ്റുന്നത്, എക്സിക്യൂട്ട് ചെയ്യാൻ പറ്റുന്നത്. അപ്പം അജയ് മാനേജ് ചെയ്യുന്ന ഡെവോപ്സ് ആണ്. ഇപ്പം ഡെവോപ്സിൽ തന്നെ ഇപ്പം AWS, ആമസോൺ വെബ് സർവീസിനകത്തെ കാര്യങ്ങളാണ് അജയ് ചെയ്യുന്നത്. AWS ഇറ്റ്സെൽഫ് അവർ തന്നെ ഒരു AI-യുടെ ഒരു പ്ലാറ്റ്ഫോമായിട്ട് മാറിക്കഴിഞ്ഞു. അപ്പോൾ അജയ്ക്ക് പണ്ടുള്ള ആ കഷ്ടപ്പാട് ഇപ്പം ഇല്ല. കുറേ ഓട്ടോമേഷൻ വന്നു. അതെ. പല കാര്യങ്ങളും വളരെ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്നുണ്ട് ഇപ്പം. അപ്പം പണ്ട് നമുക്കൊരു 5 ഡെവോപ്സിൻ്റെ റിസോഴ്സ് വേണമെന്നുണ്ടായിരുന്നെങ്കിൽ
ഇപ്പം അതിൻ്റെ ആവശ്യമില്ല. ഇപ്പം ചിലപ്പോൾ 2 മതിയായിരിക്കും, അല്ലെങ്കിൽ ഒരാൾ മതിയായിരിക്കും. ഓക്കെ. അങ്ങനെ ആ രീതിയിലേക്ക് കാര്യങ്ങൾ മാറി. അപ്പോൾ അതുപോലെ തന്നെ ഇപ്പം നമ്മൾ ഈ HR ഓപ്പറയുടെ കാര്യം പറഞ്ഞു. HR ഓപ്പറ 6 മാസം കൊണ്ട് ചെയ്തൊരു എൻ്റർപ്രൈസ് ലെവൽ പ്രൊഡക്റ്റാണ്. അത് ബാക്കിയുള്ള കോമ്പറ്റീറ്റേഴ്സായിട്ട് ശരിക്കും ബീറ്റ് ചെയ്ത് നിൽക്കാൻ പറ്റുന്ന ഒരു പ്രൊഡക്റ്റാണ് HR ഓപ്പറ. അപ്പം ഇതിനകത്തൊരു കാര്യമെന്ന് വെച്ചാൽ ഇനിയും നമുക്ക് അങ്ങോട്ട്, എനിക്ക് ഈ എഞ്ചിനീയറിംഗ് ഗ്രാജുവേറ്റ്സിനോടും പറയാനുള്ളതെന്ന് വെച്ചാൽ ഇനി അങ്ങോട്ട് സർവൈവ് ചെയ്യണമെങ്കിൽ ഒരു പർട്ടിക്കുലർ ഏരിയ മാത്രം, അതിൽ മാത്രം എക്സ്പെർട്ട് ആയാൽ പോരാ. പണ്ട് നമുക്ക് സ്പെഷ്യലിസ്റ്റ് മതിയായിരുന്നു. പണ്ടൊരു സ്പെഷ്യലിസ്റ്റ് മതിയായിരുന്നു. ഫ്രണ്ട് എൻഡ് ഡെവലപ്പേഴ്സ്, അല്ലെങ്കിൽ ബാക്ക് എൻഡ് എഞ്ചിനീയേഴ്സ്, പൈത്തോൺ സ്ക്രിപ്റ്റ് ഡെവലപ്പേഴ്സ്, ജാവ സ്ക്രിപ്റ്റ് ഡെവലപ്പേഴ്സ്. ഇനി അങ്ങനല്ല. യു ഹാവ് ടു ബി ഓൾ ഇൻ വൺ. ജേർണലിസ്റ്റുകളാണ് വേണ്ടത് നമുക്ക്. ഇനിയുള്ള all-rounder. Yeah. കറക്റ്റ്. we need to execute somebody is there. You need to know everything to give a command. Yeah. exactly. We need people like Ravindra Jadeja so that he can bat and bowl. എന്തും ചെയ്യും, വേണം വിക്കറ്റ് കീപ്പിംഗ് ചെയ്യണമെന്ന് Exactly. അപ്പം ഇനിയുള്ളവർക്ക് അല്ലാത്തവരാണ് ഈ പുറത്തു പോകുന്നത്. ഇപ്പം 8,000 പോയെന്ന് പറഞ്ഞവർ മേ ബി അങ്ങനെയുള്ളവരായിരിക്കാം. പക്ഷേ അപ്പം നൗ ഇറ്റ്സ് എ ടൈം ടു ടു buckle your belt, learn and then learn everything. You should be an all-in-one. Then you don't lose your job. അതിനോടൊരു ഉപചോദ്യം ചോദിച്ചോട്ടെ. കഴിഞ്ഞ കുറച്ച് നാൾ മാർക്കറ്റ്, ഗ്ലോബൽ മാർക്കറ്റ് ഒന്ന് ഒബ്സർവ് ചെയ്യുകയാണെങ്കിൽ ദ ട്രെൻഡ് ഷോസ് ദാറ്റ് നമ്മൾ ഇന്ത്യൻ സ്റ്റുഡൻസ്, വി കോൾ ഇറ്റ് എസ് ബ്രെയിൻ ഡ്രെയിൻ, നമ്മുടെ നല്ല ടാലൻ്റൊക്കെ US-ലേക്കും കാനഡയിലേക്കും UK-ലോട്ടൊക്കെ പഠിക്കാൻ പോയി അവിടെ സെറ്റിൽ ചെയ്യുന്ന, അങ്ങനെയാണ് നമ്മുടെ ഈവൻ നമ്മുടെ നല്ല IT കമ്പനീസെല്ലാം എടുത്താൽ സിലിക്കോണിലും ഒക്കെ പോയിട്ട് എസ്റ്റാബ്ലിഷ് ചെയ്തവരാണ്. പക്ഷെ കഴിഞ്ഞ കുറച്ച് നാളുകൾ നമ്മുടെ രാഷ്ട്രീയ സാഹചര്യം കൊണ്ടും ഗ്ലോബൽ മാർക്കറ്റിലെ ഡൗൺ സൈസിങ് ഒക്കെ വെച്ച് നോക്കിയാൽ അമേരിക്ക കട്ട് ഷോട്ടിങ് ദ വിസാസ്, എക്സിസ്റ്റിംഗ് ആൾക്കാരുടെ തന്നെ പണി പോകുമെന്നുള്ള പേടിയിലാണ്. UK ഈസ് ഓൾമോസ്റ്റ് ഗോൺ, കാനഡ ടൈറ്റൻ ചെയ്തു. അപ്പോൾ ഇവിടെ നമ്മുടെ ഇവിടെ നിന്ന് അങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന ആ ചാമ്പ് പോയി എന്നുള്ളത് പകൽ പോലെ സത്യമാണ്. ഇനി ജോലി അവിടെ പോയാൽ എക്സ്പോഷറൊക്കെ കുറവാണ്, സാലറി പോലും മര്യാദ കിട്ടുമെന്ന് പോലും അറിയാത്ത സ്ഥിതിയിലാണ്. ആ സമയത്താണ് ഇന്ത്യയുടെ പ്രസക്തിയുണ്ട്. അപ്പോൾ താങ്കൾ 15 കൊല്ലം വളരെ സർപ്രൈസിങ് ആണ്, കാരണം അവിടെ ഉണ്ടായിരുന്നിട്ട് US വിട്ടിട്ട് നമ്മുടെ ഈ നാട്ടിൽ ഭാരതത്തിൽ വന്ന്, കേരളത്തിൽ വന്ന്, കൊച്ചിയിൽ വന്നിട്ടാണ് ഈ വർക്ക് ചെയ്യുന്നത്. ഈ തലമുറയോട് എന്താ പറയാനുള്ളത്? ശരിക്കും നമ്മൾ ഇന്ത്യയുടെ ഒരു എക്കണോമിക് ഗ്രോത്തിൻ്റെ ഒരു സ്റ്റാറ്റ്സ് നോക്കണം. ശരിക്കും നമ്മൾ 3.2 ട്രില്യൺ എങ്ങാണ്ട് നമ്മുടെ GDPR അത്രയിലും വന്ന് നിൽക്കുകയാണ്. നമ്മുടെ GDPRൻ്റെ ഒരു ഗ്രോത്ത് എന്ന് പറഞ്ഞാൽ റാപ്പിഡാണ്, ശരിക്കും ഗ്രോ ചെയ്യുന്നുണ്ട്. അതുകൊണ്ടാണ് പല കൺട്രീസിനും ജലസാണ് നമ്മളോട്, അതിനെ അവർ പാരയും ചെയ്യുന്നുണ്ട് തീർച്ചയായിട്ടും. അപ്പം പക്ഷേ എന്നിട്ടും നമ്മൾ ഡിഫെൻഡ് ചെയ്ത് നമ്മൾ അതൊന്നും വകവയ്ക്കാതെ നമുക്ക് വേറെ ഒരു സൊല്യൂഷൻ കണ്ടെത്തി നമ്മൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഈവൻ യുണൈറ്റഡ് സ്റ്റേറ്റ്സിന് ഐ തിങ്ക് ഇഫ് മൈ മെമ്മറി ഈസ് കറക്റ്റ് 32 ട്രില്യൺ എങ്ങാണ്ടാണെന്ന് തോന്നുന്നു അവരുടെ ഇപ്പോഴത്തെ എക്കണോമി. അത് നമുക്ക് വേണമെങ്കിൽ 40 years കഴിഞ്ഞ് മറികടക്കാമെന്നാണ് എക്കണോമിസ്റ്റ് പറയുന്നത്. അങ്ങനെ ഒരു രാജ്യത്ത്, അങ്ങനെ ഒരു റാപ്പിഡായിട്ട് ഗ്രോ ചെയ്യുന്ന ഒരു രാജ്യത്ത് ഇവിടെ ഒന്ന് ജോലി ചെയ്യുന്നതായിരിക്കും ഇനിയുള്ള ഫ്യൂച്ചർ. കാര്യം ഇവിടെ തന്നെ ഒരുപാട് ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട്, ഇഷ്ടം പോലെ വാസ്റ്റ് ഓപ്പർച്യൂണിറ്റീസ് ഇന്ത്യയിൽ തന്നെ ഉണ്ട്. പിന്നെ ഇപ്പം അവർ വെൽക്കം ചെയ്യുന്നില്ല, നമ്മളൊന്നും അവരിപ്പം അധികം വെൽക്കം ചെയ്യുന്നൊന്നുമില്ല. കാര്യം അവർക്ക് അവരുടെ പീപ്പിളിന് ജോലി പ്രൊട്ടക്ട് ചെയ്യാണ്, അവർക്ക് ജോലി എടുക്കാനാണ്. അതൊരിക്കലും നമുക്ക് അവരെയും കുറ്റപ്പെടുത്താൻ പറ്റില്ല. ബിക്കോസ് ദേ ഹാവ് ടു പ്രൊട്ടക്ട് ദെയർ പീപ്പിൾ, ഇറ്റ്സ് ദെയർ കൺട്രി. സോ വി ആർ ജസ്റ്റ് ഫോറിനേഴ്സ് ഫോർ ദം. അപ്പം ഇവിടെ നിന്ന് ഇവിടെ നിന്ന് ഒരു സാമ്രാജ്യം വെട്ടിപ്പിടിക്കുന്നതായിരിക്കും ഹീറോയിസം. സോ മേക്ക് ദാറ്റ് ഹാപ്പൻ, മേക്ക് ഇൻ ഇന്ത്യ, that campaign, participate in that campaign and you apply your creative thoughts and make wonderful things. ഞാൻ എപ്പോഴും പറയുന്ന ഒരു കാര്യമുണ്ട്, എനിക്കതിനകത്ത് വിഷമമുണ്ട് ശരിക്കും. നമ്മുടെ ഊബർ ആപ്ലിക്കേഷൻ നമ്മൾ ഡെവലപ്പ് ചെയ്തതല്ല, ബേസിക്കലി ഇന്ത്യക്കാർ അതിനകത്ത് ഭാഗമായിട്ടുണ്ടാകും. ബട്ട് ഇറ്റ് ഈസ് ഇൻവെൻറ്റഡ് ബൈ യുണൈറ്റഡ് സ്റ്റേറ്റ്, അവിടെയാണ് ഡെവലപ്പ് ചെയ്തത്. ഐ തിങ്ക് ദെയർ ഹെഡ് ക്വാർട്ടേഴ്സ് ഈസ് ലൊക്കേറ്റഡ് ഇൻ പാലോ ആൾട്ടോ, കാലിഫോർണിയ. എന്തുകൊണ്ട് നമുക്കത് ഡെവലപ്പ് ചെയ്യാൻ പറ്റിയില്ല എന്നൊരു ക്വസ്റ്റ്യൻ തീർച്ചയായിട്ടും. നമ്മൾ ഇത്രയും ബുദ്ധിയും ബോധമുള്ള IT-യിൽ ഇത്രയും ഡെവലപ്ഡ് ആയ ഒരു രാജ്യമാണ്, നമുക്ക് ഡെവലപ്പ് ചെയ്യാൻ പറ്റിയില്ല. നമ്മൾ അത് ഈ ഊബറാണ് ഇവിടെ മോസ്റ്റ് പോപ്പുലർ. ഇപ്പോൾ കൊച്ചിയിൽ തന്നെ എല്ലാവരും ഊബറാണ്. സിമിലർ തിങ് വാട്സപ്പ് കണ്ടില്ലേ? അതുപോലെ തന്നെ ഓപ്പൺ എയുടെ ഈ ChatGPT, അതും എലോൺ മസ്കിൻ്റെ ഇതുണ്ട്, അതിനകത്തൊരു പാർട്ട്ണർഷിപ്പ് അതിനകത്തുണ്ട്. അപ്പം ഇതെല്ലാം യുണൈറ്റഡ് സ്റ്റേറ്റ്സ്, അമേരിക്കൻ പ്രൊഡക്ട്സ് ആണ്. വൈ വി ആർ നോട്ട് ഡെവലപ്പിംഗ്? മൈ ക്വസ്റ്റ്യൻ ടു ഈവൻ എഞ്ചിനീയറിംഗ് ഗ്രാജുവേറ്റ്സ്, വൈ യു ആർ നോട്ട് കമ്മിങ് അപ്പ് വിത്ത് സച്ച് ആൻ ഇന്നോവേറ്റീവ് പ്രോഡക്റ്റ്? Why don't we come up with a solid product which we can offer to the whole world? Exactly.
സോ ഇപ്പം രത്തൻ ടാറ്റ എന്ന് പറഞ്ഞ പോലെ ഈ 8 hours is not enough. You should work for more than 10 hours or 14 hours. I completely agree with that because you need to make that things happen in India. Correct. It doesn't matter whether you work for 8 hours, 10 hours, 12 hours, or 14, but you should come up with an innovative Focus and product. develop something. Then world will respect us. വെരി ട്രൂ. ഐ ഫുള്ളി അഗ്രി Yeah. ഞാൻ അതിനോടൊപ്പം ചോദിച്ചോട്ടെ, ഇപ്പോൾ താങ്കളുടെ പ്രോഡക്ട്സ് കേൾക്കുമ്പോൾ നമ്മുടെ പ്രേക്ഷകർ വിചാരിക്കും ഇത് വലിയ കോർപ്പറേറ്റുകൾക്ക്, ഇപ്പോൾ പറഞ്ഞ നല്ല പ്രോഡക്റ്റ്സ് ആണ് അതൊക്കെ, അതൊക്കെ ഒരു കോർപ്പറേറ്റുകൾക്കാണോ അതോ സ്മോൾ ആൻഡ് മീഡിയം ഓൺടർപ്രണേഴ്സിനും ഒക്കെ നിങ്ങളുടെ സേവനം ലഭ്യമാണോ? This is for all. This is for everyone. So that is what all our products. So I think we mentioned 6 products here. All our products are enterprise level products. It can be used for small. It can be used. It's pretty much flexible. It can be like perfectly fit into any of these. Customize ചെയ്യാൻ പറ്റുന്ന സാധനമാണ്. Exactly. കസ്റ്റമൈസ് ചെയ്യാൻ പറ്റും. It's fully customizable. ഇപ്പോൾ നമ്മളുടെ ഈ പുതിയ പ്രോഡക്ട്സ് ഒക്കെ ആയി ഇനി ഒരു ലോകം കീഴടക്കാനുള്ള യാത്രയിലാണ് രണ്ടുപേരും. അതെ. ആൻഡ് യു ബാക്ക്ഡ് അപ്പ് ബൈ യുവർ പെർഫെക്റ്റ് ടീം. Yeah. Exactly. നമ്മുടെ ടീം സൈസ് ഒക്കെ കൂടി. സോ ഇറ്റ് ലുക്സ് ലൈക്ക് യു ആർ ഓൺ ദ വേ ടു ജസ്റ്റ് കോൺകർ ദ വേൾഡ് അല്ലേ? Exactly. It looks like we are ready to take off. റെഡി ടു ടേക്ക് ഓഫ്. Yeah. അപ്പോൾ ഒരു പ്രോമിസ് തരണം, ആ ടേക്ക് ഓഫ് ചെയ്ത് കഴിഞ്ഞൊരു സ്റ്റോറി കൂടി നമുക്ക് ഇന്ന് പറയണം. Exactly. Sure. It's like a Drishyam 3, like Three. part 3. പാർട്ട് 1 കഴിഞ്ഞു, പാർട്ട് 2 Part two, തീർന്നു, part ഇനി three. പാർട്ട് 3. Yes. Yeah, definitely. സോ താങ്ക് യു സോ മച്ച്. നിങ്ങളുടെ Yeah. ആ ഒരു യാത്ര വളരെ രസകരമാണ്. അതിനോടൊപ്പം തന്നെ ഒരു എഡ്യൂക്കേറ്റീവ് കണ്ടന്റ് കൂടിയായിരുന്നു. എനിക്കും പുതിയ അറിവുകളായിരുന്നു. കാരണം ഇപ്പോൾ എന്നെ ഏറ്റവും ത്രില്ലടിപ്പിച്ച പാർട്ട് എന്ന് പറയുന്നത് AI റിക്രൂട്ടിംഗ് ഒക്കെ നമ്മുടെ സംരംഭകർക്കൊക്കെ എത്രമാത്രം യൂസ്ഫുൾ ആയിരിക്കും ഞാൻ ചിന്തിച്ചു പോയി. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ കണ്ട സ്വപ്നങ്ങളൊക്കെ പൂവണിയട്ടെ. ഇനിയും നമുക്ക് ദൈവം ഇതുപോലെ കാണാനുള്ള അവസരം ഉണ്ടാക്കി തരട്ടെ. സോ രജു കോശി, രജു അജയ്, താങ്ക് യു സോ മച്ച്. വിഷ് ഓൾ ദി ബെസ്റ്റ് നിങ്ങളുടെ ടീമിനും നിങ്ങളുടെ എല്ലാ കസ്റ്റമേഴ്സിനും ഇനി വരാനിരിക്കുന്ന കസ്റ്റമേഴ്സിനും. God bless you. Thank you very Thank much you so for your much. Thank you wonderful so much. interview. Thank you so Thank you much. very much. Thank you.